എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവേനിക്ക് ആകെ വിഷമമാണ് ആദർശ് പോകുന്ന കാര്യം ഓർത്ത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലിരുന്ന് ജയൻ്റെ തോളിലേക്ക് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അന്നേരം ചുറ്റും എല്ലാവരും ഉണ്ട് കേട്ടോ. ജലജയ്ക്കാണ് ഭയങ്കര സന്തോഷം. ജലജ മനസ്സിലോർക്കുക, എന്നെ ഇവൾ ഒരുപാട് കരയിച്ചതാ, അതിൻ്റെ ഇരട്ടി ഇപ്പോൾ കരയുന്നുണ്ടല്ലോ, അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. ഏതായാലും അപ്പോഴത്തേക്കും ആദർശും നയന ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. ആകെ വിഷമമാണ് എല്ലാവർക്കും. ആദർശ് ജയൻ്റെയും അതുപോലെ ദേവേനയുടെയും ഒക്കെ കാലുതൊട്ട് അനുഗ്രഹം മേടിക്കുന്നു. അത് കഴിഞ്ഞ് ജലജയോടായിട്ട് പറയുവാണ്, അപ്പച്ചി ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇവിടുന്ന് ഞാൻ ഇറങ്ങിക്കഴിയുമ്പോൾ അപ്പച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെയുള്ളവരെ കരയിപ്പിക്കാൻ നിൽക്കരുത്. അങ്ങനെ കരയിപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും പ്രശ്നങ്ങളാവും. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ചെയ്യരുത്. എനിക്ക് അപ്പച്ചിയോട് അത് മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ പറയുമ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നവ്യ മനസ്സിലോർക്കുന്നുണ്ട്, ഇയാളാണ് ഈ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങി പോകേണ്ടത്, എങ്കിൽ തന്നെ ഈ വീട് രക്ഷപ്പെടും എന്നൊക്കെ നവ്യ മനസ്സിലോർക്കുന്നുണ്ട്. ഏതായാലും ജലജ ആദർശ് പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് പറയുവാണ്, മോൻ ഈ വീട്ടിൽ നിന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ട്. മോൻ ഈ വീട്ടിൽ നിന്ന് പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, തെറ്റുപറ്റി, അതുകൊണ്ട് MD സ്ഥാനം ഒഴിവാക്കി കൊടുത്തു, അതുപോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതുപോരാ, എനിക്കിവിടെ മുത്തശ്ശൻ്റെ മുന്നിൽ ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. മുത്തശ്ശൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കാനുള്ള കരുത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നു. നയനയാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയുന്നു. നയനയോടും കരയരുത് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ വരും. ആ സമയത്താണ് ദേവയാനി ആദർശനോട് പറയുന്നത്, നയനമോൾക്ക് ആകെ വിഷമമാണ്, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, ഈ സമയത്ത് അവളെ ഇങ്ങനെ കരയിച്ചുകൊണ്ട് നിനക്ക് പോകേണ്ട കാര്യമുണ്ടോ, നിനക്ക് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചൂടെ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം അത് കേട്ടുകൊണ്ട് വരുന്ന മുത്തശ്ശൻ പറയും, അങ്ങനെ അവനെ പിന്തിരിപ്പിക്കേണ്ട കാര്യമില്ല, അവനൊരു തീരുമാനം എടുത്തതാണ്. കഴിവും പ്രാപ്തിയുമുള്ള മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരുടേതായ തീരുമാനങ്ങളെടുക്കും. അതിൻ്റെ അകത്ത് കാരണവന്മാർ കയറി ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കുറേ തത്വശാസ്ത്രങ്ങളൊക്കെ പറയും മുത്തശ്ശൻ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും കുറേ ന്യായങ്ങളങ്ങ് എടുത്ത് പറഞ്ഞോളും, അത് മതിയല്ലോ, ഈ വീട്ടിലുള്ളവരുടെ സങ്കടമൊന്നും നിങ്ങൾക്ക് കാണണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനോട് മുത്തശ്ശി ദേഷ്യപ്പെടുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശി അങ്ങനെയൊന്നും പറയണ്ട, എൻ്റെ കൺകണ്ട ദൈവമാണ് മുത്തശ്ശൻ. മുത്തശ്ശൻ പറഞ്ഞതെല്ലാം സത്യമാണ്, പറയേണ്ട കാര്യങ്ങൾ മാത്രമേ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുത്തശ്ശനെ ആരും കുറ്റപ്പെടുത്തരുത്, ഇതെൻ്റെ തീരുമാനമാണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുവാണ്. അപ്പം കരഞ്ഞുകൊണ്ട് നയനയും ദേവേനയും ചന്തുമോളും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും അഭി ജലജയോട് ചോദിക്കും, അമ്മ നമുക്കൂടി ഒന്ന് പോയാലോ, അവൻ പോകുന്നത് നമുക്ക് കാണണ്ടേ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയും, വേണ്ടടാ, അവിടെ പോയി നിന്ന് ഞാനങ്ങനെ അബദ്ധത്തിൽ ചിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരുത്തി കരുതുള്ളി നടക്കുക, പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് പോകണ്ട എന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് അവന്തികയാണ്. അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു വൈരാഗ്യത്തോടു കൂടി തൻ്റെ ഭാഗം ജയിച്ചു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അവന്തികയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ആർക്കും സംശയമില്ലാത്തതുകൊണ്ട് ആരും അവന്തികയെ ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ആദർശ് പുറത്തിറങ്ങി വണ്ടി കയറുന്നതിന് മുമ്പ് അവിടെ നയനയും ദേവേനയും വന്ന് നിൽക്കുന്നു. കൂടെ ചന്തുമോളുണ്ട്. വീണ്ടും അവരെ ഉപദേശിക്കുവാണ്. നയനയോട് പറയുന്നു, നീ മനസ്സിന് ബലം കൊടുക്കണം, അതുപോലെ അമ്മയെ സപ്പോർട്ട് ചെയ്യണം, അമ്മയ്ക്ക് സമാധാനം കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, നീ എന്നിട്ട് എന്താ ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, എൻ്റെ കാര്യം വിട്ടേക്ക്, മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ്, മോളുടെ കാര്യത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്നിട്ടല്ലേ നീ അവളെ ഇട്ടിട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇത് ഒന്നിൻ്റെയും അവസാനമല്ല, തുടക്കമാണ്. ഞാൻ ഇനി ഈ വീട്ടിലോട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എൻ്റെ തല ഉയർത്തിപ്പിടിച്ചിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്. അതെല്ലാം ഞാൻ ഇന്നലെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ നയനെ, പിന്നെ എന്തിനാ നീ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചന്തുമോളെ എടുത്ത ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഇപ്പം നയനെ ഞാൻ കൂടെ കൊണ്ടുപോയി എന്ന് തന്നെ കരുതട്ടെ, അപ്പം ചന്തുമോൾക്ക് അവളെ ഒന്ന് കാണണമെങ്കിൽ അങ്ങോട്ട് വരണ്ടേ, അതും ഒരു ബുദ്ധിമുട്ടല്ലേ, അവളെ വേണ്ടപ്പെട്ടവർ ഇവിടെ വേറെ ഉണ്ട്, പക്ഷേ നമുക്കത് കുഞ്ഞിൻ്റെ മുമ്പ് വെച്ച് പറയാനും മേലെ അവരാരും അത് അംഗീകരിക്കത്തുമില്ല, അതുകൊണ്ടെന്നൊക്കെ പറയുന്നു. ഏതായാലും എല്ലാവരെയും ആശ്വസിപ്പിച്ചതിന് ശേഷം ആദർശ് വണ്ടി കയറി അങ്ങ് പോകുന്നു. പോയി കഴിയുമ്പോഴേക്കും നയനെ അങ്ങ് പൊട്ടിക്കരയുക കേട്ടോ. നമ്മൾ ഈ മരിച്ചു കിടക്കുന്നവരുടെ മഞ്ചു എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും അലറിക്കാറില്ല, ആ മാതിരി കരച്ചിലാണ് ഇന്ന് കരയുന്നത്. ആദർശ് തൊട്ടപ്പുറത്തേക്കുള്ള ഗസ്റ്റ് ഹൗസിലേക്കാണ് മാറിയത്. ഈ വീട്ടിൽ നിന്ന് മാറി നിന്നേ ഉള്ളൂ. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്ത് പോയാൽ ആദർശിനെ കാണാം. പക്ഷേ ഇവരുടെ കരച്ചിൽ കണ്ടാൽ തോന്നും ആദർശ് ദുബായിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയി ഇനി 1 വർഷം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നും. ഏതായാലും കരഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നു. ഈ സമയം നവ്യ അകത്ത് തകർക്കുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, ഏതായാലും നല്ല കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. അയാൾ ഈ വീട് വിട്ട് പണ്ടേ പോകേണ്ടതായിരുന്നു. ഇപ്പോഴാണ് ഈ വീട്ടിലെ മുത്തശ്ശൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്ന് തോന്നി തുടങ്ങിയത്. ഇപ്പോഴാണ് മുത്തശ്ശൻ പഴയ ആ മുത്തശ്ശനായത് എന്നൊക്കെ പറഞ്ഞ് നവ്യ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുവാണ്. അന്തേക്കും മുത്തശ്ശി, ദേ നീ മിണ്ടരുത്,
ഇനി നീ ആ ആദർശ് മോനെക്കുറിച്ച് സംസാരിക്കരുത്, അവനിപ്പോൾ പുറത്തേക്ക് പോയി ഈ വീട്ടിൽ നിന്ന്, അന്നേരമാണോ നിനക്ക് സന്തോഷിക്കാൻ തോന്നിയത് എന്നൊക്കെ ചോദിക്കുക. അന്നേരം നവ്യ പറയുന്നുണ്ട് അയാൾ പണ്ടേ പോകേണ്ടതായിരുന്നു, ഈ കുടുംബത്തിന് അയാൾ ഉണ്ടാക്കി വെച്ച മാനക്കേട് എന്തോരം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാലോ, പിന്നെ എന്തിനാ അയാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ അതൊന്നും കൂടാതെ ബിസിനസ്സും തകർത്തു, അപ്പോൾ പുറത്ത് പോകേണ്ട ആൾ തന്നെയാണ് എന്ന് നവ്യ പറയുന്നുണ്ട്. അന്നേരം ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശി ആവശ്യമില്ലാതെ നീ സംസാരിക്കരുത് എന്ന് പറയുന്നു. അതുപോലെ ജലജ എല്ലാവരും വിഷമിച്ച് നിൽക്കുമ്പോൾ ആവശ്യമില്ലാതെ സംസാരിക്കാതെ നവ്യ എന്നിങ്ങനെ പറയുക. അകത്തേക്ക് നയനയും ദേവയാനിയും കൂടെ കയറി വരുന്നു. നയന തളർന്ന് കസേരയിലേക്ക് അങ്ങിരിക്കുകയാണ്. അന്നത്തേക്കും മുത്തശ്ശി അടുത്ത് പോയി ആശ്വസിപ്പിക്കുക. എന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, കണ്ടോ ഇവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ്, ഈ സമയത്ത് ഈ മോളെ ഇങ്ങനെയൊന്നും വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു, നിങ്ങൾക്ക് പറയാൻ മേലായിരുന്നു ആദർശനോട് പോകരുതെന്ന്, നിങ്ങളിതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നതേയും ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് മുത്തശ്ശൻ അങ്ങ് എഴുന്നേറ്റ് പോയി കഴിയുമ്പം കിട്ടിയ ചാൻസിലേ നവ്യ പിന്നെയും പറയുന്നുണ്ട് ഇവൾ ഇതുപോലെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അയാൾ ഇവിടുന്ന് പോയപ്പോൾ സ്വന്തം മോളെ പോലും ഇവിടുന്ന് കൊണ്ടുപോയില്ല, പിന്നെ ഇവൾ കൂടെ പോയിട്ട് എന്നാ കാര്യം, അയാൾ പുറത്ത് പോകുമ്പോൾ ഇവളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ, പിന്നെ അതും കൂടുതൽ പ്രശ്നമാകുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അന്നേരം ദേഷ്യം വന്നിട്ട് ദേവയാനി നീ കൂടുതൽ സംസാരിക്കരുത്, എൻ്റെ മകൻ ഈ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ അവൻ ഉടനെ തന്നെ തിരിച്ചു വരും, ഒരുപാട് കാലതാമസമൊന്നും എടുക്കുകയില്ല അതിന്, പിന്നെ എൻ്റെ മകന് നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ് നയനമോളെ പോലെ ഒരു പെൺകുട്ടി അവന് ഭാര്യയായിട്ട് കിട്ടിയത്, ഈ നിൽക്കുന്ന ഇവൻ്റെ മനസ്സ് ചീത്തയാണ്, അതുകൊണ്ടാണ് അവന് നിന്നെ കിട്ടിയത്, അതിനും വലിയ അത്ഭുതമൊന്നുമില്ല എന്നൊക്കെ പറയുവാണ്. അന്നേരം അവിടെ നിന്ന് ജയം പറയുന്നുണ്ട് അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവൻ ആത്മാഭിമാനമുണ്ട്, അതുകൊണ്ടാണ്, അല്ലാതെ ഇവനെ പോലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തുപ്പിയാലും ആട്ടിയാലും ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു മനസ്സൊന്നും ഇവനെ പോലെ അവന് ആദർശനില്ല എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കും എന്തിനാ വെറുതെ വലിച്ച സ്വന്തം മകനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്, അയാൾ ചെയ്ത തെറ്റൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കും. അന്തിക്കും പിന്നെയും നവ്യയോട് ദേഷ്യപ്പെടുവാണ് എല്ലാവരും. അതിനിടയ്ക്ക് അവന്തി കയറി വന്നിട്ട് ആവശ്യമില്ലാതെ ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഏട്ടത്തി എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആർക്കും പിടിക്കത്തില്ല, എല്ലാവർക്കും വിഷമം തോന്നി, ഇനി ഞാൻ മിണ്ടുന്നില്ല പോരെ എന്ന് വെച്ചിട്ട് നവ്യ ദേഷ്യപ്പെട്ട് കയറി പോകും കേട്ടോ. നവ്യയോട് എല്ലാം ഒളിച്ചു വെച്ചിട്ട് നവ്യനെ കുറ്റപ്പെടുത്തും, നവ്യനെ വെറുപ്പാന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് നവ്യയുടെ ജീവിതം രക്ഷപ്പെടുത്താനെന്ന് പറഞ്ഞ് ആ ഭൂലോക ഫ്രോഡിനെ നവ്യയുടെ തലയിൽ കിട്ടി വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നതെല്ലാം കൂടെ. ഇതിനിടയ്ക്ക് നയന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കാര്യം ഓർത്തല്ല സങ്കടം, ആദർശേട്ടൻ്റെ കാര്യം ഓർത്താണ്, ആദർശേട്ടൻ ഒരിക്കലും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല, ഇവിടെ നിൽക്കാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ് ആദർശേട്ടൻ പുറത്തേക്ക് പോയത്, അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നയന. ഇതിനിടയ്ക്ക് മോളും കരയുന്നുണ്ട്. അന്നേരം ചന്തുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ദേവയാനി. എന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കരയുണ്ടായെന്ന് പറയും. എന്നിട്ട് നോക്കുമ്പോഴാണ് അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അബിയെ കാണുന്നത്. അന്നേരം നീ എന്നതാടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, മോളെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി കൊച്ചിനെ കരച്ചിൽ മാറ്റടാ എന്ന് പറയുന്നു. അന്തേക്കും പഞ്ചപ്പ് ഉച്ചവടക്കി പയ്യെ വന്ന അബി ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അന്നേരവും ദേഷ്യം വരുന്നുണ്ട് ജലജയ്ക്ക്, പിന്നെ പ്രതികരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നു. പിന്നെ മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശൻ റൂമിൽ പോയി മുത്തശ്ശന് വിഷമമുണ്ട് ആദർശ് പോകുന്നതിൽ, അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ച് നീയിരിക്കുന്നു. അന്തേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്ന് പിന്നെയും കുറ്റപ്പെടുത്താൻ തുടങ്ങും. നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ നയനമോളുടെ കാര്യം, നയനമോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, നയനമോൾ കരഞ്ഞിട്ടുണ്ട്, ആ കുഞ്ഞിന് ആ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, തീരുമാനം എടുത്തത് ആദർശാണ്, അത് മാറ്റേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശി പറയുവാണ് ഈ കുടുംബത്തിൻ്റെ നെടുന്തൂണാണ് അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കുടുംബം നശിക്കും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് കുടുംബത്തിൻ്റെ നെടുന്തൂൺ ഇവിടെ തന്നെയുണ്ട്, നിങ്ങളെല്ലാം ഒടിഞ്ഞു വീഴും എന്ന് പലതവണ ചിന്തിച്ചിട്ടും ഞാൻ ഒടിഞ്ഞു വിടാതെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും കുറ്റപ്പെടുത്തുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ, അവൻ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണോ, എങ്കിൽ നിനക്ക് സമാധാനമാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൻ MD സ്ഥാനം രാജിവെച്ചില്ലേ, പിന്നെ ഈ വീട്ടിൽ നിന്നെന്ന് ഓർത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ നിൽക്കണ്ട എന്നുള്ളത് അവൻ്റെ തീരുമാനമായിരുന്നു, അതിൻ്റെ അത് ഞാൻ കയറി ഇടപെടേണ്ട കാര്യമില്ല എന്നും മുത്തശ്ശൻ പറയുന്നുണ്ട്. പിന്നെ നയനയാണ് കാണിക്കുന്നത്. നയന റൂമിലേക്ക് വരുന്നതേയും ആകെ വിഷമവും ടെൻഷനൊക്കെ കാരണമായിരിക്കും, അതേ വയറുവേദന വരുന്നു, ആകെ വിഷമിച്ച് വയറ് ഞെക്കി പിടിക്കുന്നു, തളർന്ന് ഇരുന്ന് കരയുന്നു, അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പം ടെൻഷൻ കാരണം നയനയുടെ കുഞ്ഞ് അങ്ങ് പോവോ എന്നറിയത്തില്ല. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.